നീറ്റ് മാത്രമല്ല, നെറ്റും അത്ര നീറ്റല്ല എന്നുള്ള തരത്തിലുള്ള സംഗതികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ആക്ഷേപങ്ങളും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നതിന് പിന്നാലെ നെറ്റ് എക്സാം സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പുറത്തു വന്നതോടുകൂടി ഈ നെറ്റ് എക്സാം അപ്പാടെ തന്നെ ക്യാൻസൽ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നു, നിലപാടെടുത്തിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസികളുടെ വിശ്വാസം തന്നെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രതിപക്ഷം അതിനെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനുള്ള കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന ഏജൻസികളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ഇന്നത്തെ കാര്യം ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിന് ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള കണ്ടെത്തലുകൾ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് ആരോപണം വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അവരുടെ വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നു. പോലീസ് അവിടെ ഇത്തരത്തിലൊരു ചോദ്യപേപ്പറിന്റെ അല്ലെങ്കിൽ പേപ്പറിന്റെ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരോ വിദ്യാഭ്യാസ മന്ത്രിയോ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നും തന്നെ സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. കോടതിയിൽ പോലും അക്കാര്യം സമ്മതിക്കുന്നുമില്ല. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് നീറ്റ് എക്സാം സംബന്ധിച്ചുള്ള ഒരു പരാമർശം ഇത്തരത്തിൽ ഉണ്ടാവുകയും അപ്പാടെ തന്നെ അത് കേട്ട പാതി കേൾക്കാത്ത പാതി തന്നെ ആ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് രണ്ടിനെയും രണ്ട് രീതിയിലാണ് കേന്ദ്രം കണക്കാക്കിയിരിക്കുന്നത്, എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗൗരവമുള്ളൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ നെറ്റ് എക്സാം എഴുതുന്ന ഭൂരിഭാഗം ആളുകളും അത് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് ഇത് കൂടുതലായും എഴുതുന്നത് എന്നുള്ളതും അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്തായാലും ഇത്തരത്തിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്നതിന് ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഏജൻസികളുടെ വിശ്വാസ്യത അപ്പാടെ തകർക്കുന്ന നിലയിലുള്ള സംഭവങ്ങളാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം പ്രതിപക്ഷം അതിശക്തമായി തന്നെ എടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഒരു ആശ്വാസകരമായിട്ടുള്ള സംഭവം. KC വേണുഗോപാൽ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം ഈ നിലയ്ക്കായിരുന്നു. നീറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല, പബ്ലിക് എക്സാം എല്ലാം, കേന്ദ്ര സർക്കാർ നടത്തുന്ന പബ്ലിക് എക്സാം എല്ലാം ക്രെഡിബിലിറ്റി ഇല്ലാതായിരിക്കുന്ന സാഹചര്യമായി മാറിയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ രക്ഷാകർത്താക്കളുടെ മനസ്സുരുകുകയാണ്. ഇത്രയും പാടുപെട്ട് പരീക്ഷ എഴുതിയിട്ട് അതിൽ ചോർച്ച, പാവപ്പെട്ടവന് അതിന് യഥാർത്ഥ ഫലം കിട്ടുന്നില്ല. നടപടിയെടുക്കാൻ പറയുമ്പോൾ ഗവൺമെൻറ് മുൻതാപ്പൊക്കും. ഇത് ഞങ്ങൾ ഗുരുതരമായിട്ട് ഉന്നയിക്കാൻ പോകുന്ന ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇത് തന്നെയായിരുന്നു. എന്തായാലും ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ തന്നെ കെടുകാര്യസ്ഥത തന്നെയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അത് ആ നിലയ്ക്ക് തന്നെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. കാരണം ഇത്തരത്തിൽ പൊതു സംവിധാനങ്ങളെല്ലാം തന്നെ അതിന്റെ വിശ്വാസ്യതകൾ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്കുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ആകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ ടെസ്റ്റിംഗ് ഏജൻസികളുടെ വിശ്വാസ്യത അപ്പാടെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്ക് നീറ്റിന്റെയും നെറ്റിന്റെയും ഒക്കെ കാര്യത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ചർച്ചകളും ഇത്തരത്തിലുള്ള വിവരങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. കേന്ദ്ര സർക്കാർ ഇതിൽ കൃത്യമായ രീതിയിൽ അവർ പ്രതിക്കൂട്ടിൽ തന്നെയാണ്, അവരാണ് ഇതിൽ ഉത്തരവാദിത്വം പറയേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കാനുള്ളത്.